എൻ്റെ മക്കളെ, ഈ നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലിയില്ലാത്തവരെ, വിവാഹം ഒത്തുവരാത്തവരെ, മക്കൾ ഇല്ലാത്തവരെ, വീടില്ലാത്തവർ, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവർ, സ്ഥലമുണ്ട് വഴിയില്ലാത്തവർ, അവിടെ വെള്ളം കിട്ടാത്തവർ, ജോലി തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങളുള്ളവർ, ജോലിക്ക് വേണ്ടി ന്യായമായിട്ട് കിട്ടാനുള്ള ജോലി കിട്ടാത്തത് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ശത്രുക്കളുടെ പീഡനങ്ങൾ കാരണം ജീവിതത്തിൽ ഒരു മേൽഗതി ഇല്ലാതെ ഇരിക്കുന്നവർ, പല ബ്ലോക്കുകളും ചവിട്ടിപ്പിടുത്തങ്ങളും കാരണം മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ, അവരുടെ എല്ലാ പ്രതിയോഗികളും കർത്താവിന് നാം നിർവീര്യമാകുന്ന സമയമാണ്. മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ജോലിയില്ലാത്തവർ, ഭവനരഹിതർ, കർത്താവ്, കുടുംബത്തിലെ കർത്താവ്, ഭർത്താവും ഭാര്യ അകന്ന് താമസിക്കുന്നവർ, ഈശോയെ അവരടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കേസുള്ളവർ കർത്താവ്, കേസ് അനുകൂലമായ വിധി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഓരോ രേഖകൾ കർത്താവ്, വിസ പുതുക്കാത്തവർ, പുതുക്കപ്പെടാത്തതുകൊണ്ട് വേദന അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ ജീവിതം തന്നെ അടഞ്ഞു പോകുന്ന അവസ്ഥയിൽ കർത്താവ്, നാട്ടിൽ വന്നിട്ട് കയറിപ്പോകാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ ജോലികൾ തടസ്സം വെച്ചിരിക്കുന്നവർ, റാങ്ക് ലിസ്റ്റിൽ പേരുള്ളവർ, അതുപോലെ തന്നെ വിസ ഇൻ്റർവ്യൂ നടത്തുന്നവർ, അതുപോലെ നാട്ടിലെ ജോലിക്കും സർക്കാരിലെ തടസ്സങ്ങളുള്ളവർ കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാള ദൈവശക്തിയാൽ മാരക തടസ്സങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോന ഇവിടെ വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് അവൾ പറയുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യം, ഇത്രയും സീറോ മൈനസിൽ തണുത്ത് ജീവിക്കുന്ന ഒരാളാണ്. നോബഡി ടു ഹെൽപ്പ്. ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണെന്ന് തോന്നുന്ന ഒരു കാലം. ഈ കാലത്ത് അവൾ പറയണതേ, ഞാനിവിടെ ചവിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ നെഞ്ചത്ത് തപ്പി നോക്കിയെന്ന്, ഇങ്ങനെ കൈ വെച്ച് നോക്കി. എന്താണെന്നറിയാവോ? എൻ്റെ ഹൃദയം ഇങ്ങനെ ആരോ കയ്യിൽ താങ്ങണ പോലെ എനിക്ക് തോന്നിയെന്ന്. അതിൻ്റെ കാരണം വെച്ചാൽ ഞാനൊരു പരീക്ഷ കേൾക്കുമ്പോൾ തന്നെ പടപടാന്ന് ചെണ്ട കൊട്ടണ പോലെ എൻ്റെ ചങ്കിടിക്കണതാ. ചങ്കുള്ളവ പോലും തോന്നണില്ല എനിക്ക്. കർത്താവ് എന്നെ താങ്ങണ പോലെ തോന്നിയെന്ന്. ഓരോരുത്തരുടെ ഈ അഭിഷേക എക്സ്പീരിയൻസ് ഇല്ലേ, അവരവരുടെ ഭാഷയിലാണ് അവതരിപ്പിക്കണത്. എന്നിട്ട് അന്ന് കർത്താവ് അവളോട് സംസാരിച്ചത് അവളുടെ മകനെക്കുറിച്ചാണ് സുവിശേഷത്തിലൂടെ സംസാരിച്ചത്. 17-ാം അധ്യായം. അന്ന് അവൾക്ക് അഭിഷേകം ഉണ്ടായത് 17-ാം അധ്യായത്തിലാണ്. അവൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നൊരു വിഷയമായിരുന്നത് 17-ാം അധ്യായം. മത്തായി 17:15 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 17:15. കർത്താവേ, എന്റെ പുത്രനിൽ കനിയണമേ. എന്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. അവളുടെ പ്രാർത്ഥനയാണ് അന്ന് സുവിശേഷത്തിൽ കൈകാര്യം ചെയ്തത്. ഇതിനു ശേഷം ഇവള് അപ്പം തന്നെ മനസ്സിലായി അവളുടെ കാര്യം ഈശോ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന്. അവളുടെ പ്രാർത്ഥന സുവിശേഷമായി വായിക്കപ്പെടുമ്പോൾ അവളുടെ വിഷയം കർത്താവ് ഏറ്റെടുത്തു എന്നുള്ള ബോധ്യം. അതാണ് അവൾ പറയണത്, എന്നെ ആരും താങ്ങിപ്പിടിക്കണവരേക്ക് തോന്നിയെന്ന്. എൻ്റെ മക്കളെ, ഇത് ഭയങ്കരമായ ഒരു വല്ലാത്ത സത്യമാണ്. അതായത് മറിയത്തിൻ്റെ കാര്യം പറയുമെങ്കിലും അത് ടു ജീസസ് ത്രൂ മേരി ആ ഒരു പ്രിൻസിപ്പിൾ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ സന്ധിക്കുന്നതും കർത്താവ് എങ്ങനെയാണെന്ന് നോക്കി,
അവളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വിഷയം അവളുടെ മകനാണെന്ന് ഈശോയ്ക്കറിയാം. അതാണ് വിഷയം. ആ വിഷയമാണ് ആദ്യം ടേക്കപ്പ് ചെയ്യണത്. ആദ്യം ടേക്കപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഇവൾ ചീട്ടെടുത്തിട്ട് എന്നെ കാണാൻ വരും. കാണാൻ വരുമ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ ഈ അപസ്മാരത്തിൻ്റെ പേപ്പർ കൊണ്ടുപോയി ഞാൻ മാതാവിന് കൊടുക്കും. മാതാവിനെ കൊടുത്തിട്ട് തിരിച്ച് വന്ന് ഇവൻ്റെ നെറ്റിയിൽ തൈലം പൂശിയിട്ട് ഇവൻ്റെ തലേ കൈവെക്കും. എന്നിട്ട് ഇവൻ്റെ കവിളെ തട്ടിട്ട് ചിരിക്കും. ഞാനതൊന്നും അറിയാതെ ചെയ്യണതാ, കർത്താവ് എന്നോട് ചെയ്യിക്കുന്നതാണ്. അതോടുകൂടി പിന്നെ അവൻ വീണിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതിന് അവൻ അപസ്മാരം ആ വിഷയം അപ്പം തന്നെ വിട്ടുപോകും. ദൈവം എന്ത് സൂക്ഷിച്ചാണെന്നറിയാമോ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. നിങ്ങളെ പലപ്പോഴും നിങ്ങൾക്ക് പറ്റണത്, ഞാൻ പറയും നിങ്ങളൊരു പഠിച്ച മണ്ടന്മാരാണ്. എല്ലാവരും അല്ല, കുറച്ച് പേര് എന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് അടിക്കാൻ വന്ന ആൾക്കാരാണ്. ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വരും. നടക്കുവായില്ലെന്ന് അറിയട്ടെ, എന്താണ് അവിടെ ചെയ്യണമെന്ന് നോക്കട്ടെ, ഇതിനകത്ത് വല്ല പറ്റിക്കലുണ്ടാകുന്ന അറിയട്ടെ എന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് അനുഭവം കിട്ടുമോ എന്ന് നോക്കട്ടെ. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പിശാചിനെ പോരാ, കർത്താവിനെ പരീക്ഷിച്ച പിശാചിനെ പോലെ വരൂ. നിങ്ങൾ ദൈവത്തിന് പണി കൊടുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ പണിയിന് കൂടാൻ പോണതേ ഉള്ളൂ. നിങ്ങൾ വിശുദ്ധമായ സ്ഥലത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾ അനുദപിക്കണ വേണ്ടത്, അല്ലാതെ ആലോചിക്കല്ല വേണ്ടത്. ആൾക്കാർ ചെയ്യണമെന്നാണ്. ഇവിടെ എന്താ വേണ്ടത്? അനുതാപമാണ് വേണ്ടത്. അല്ലാതെ വല്ല പൊട്ടന്മാരും നിങ്ങളുടെ തല അടിച്ചു കയറ്റിയിട്ട് വിഷയം വെച്ച് ആലോചിക്കുകയല്ലേ വേണ്ടത്. ദാറ്റ് ഇസ് നോട്ട് സെൻസ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഹൃദയശുദ്ധി ഇല്ലാത്തവനെ കർത്താവ് നോക്കത്തില്ല. മനസ്സിലായില്ലേ? ഹൃദയശുദ്ധി ഇല്ലാത്തവനെ കർത്താവ്, ഹൃദയശുദ്ധി ഇല്ലാത്തവൻ എന്താണ്? രണ്ട് ഹൃദയമുള്ള ആൾക്കാർ, ഡബിൾ മൈൻഡഡ് പീപ്പിൾ. അതിനാണ് ഈ സിംഗിൾ മൈൻഡഡ് അല്ലാത്തവർ ഡബിൾ മൈൻഡഡ് ആണ്. ഒക്കുമായിരിക്കും. നോക്കട്ടെ, ആദ്യം എന്തെങ്കിലും കിട്ടുവാന്ന് നോക്കട്ടെ, ഒരടയാളം കാണുവാന്ന് നോക്കട്ടെ. ഡബിൾ മൈൻഡഡ് പീപ്പിൾ. ഈ ഡബിൾ മൈൻഡഡ് പീപ്പിളിന് ഹൃദയാശുദ്ധി, അതാണ് ആ ദൈവം എന്താ പറയണത്, ഹൃദയ ശുദ്ധമല്ലാത്ത ആൾക്കാരെ ദൈവം നോക്കത്തില്ലെന്നാണ് ബൈബിൾ പറയണത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അങ്ങനെ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താ പറഞ്ഞിരിക്കണത്? ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണും. എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ഹൃദയശുദ്ധി ഇല്ലാത്തവർ ദൈവത്തെ കാണത്തില്ലെന്നതിൻ്റെ അർത്ഥം. നിങ്ങൾക്കൊന്നും കിട്ടാൻ പോണില്ല. വെറുതെ ആലപ്പുഴ ഒന്ന് കാശ് പോയത് തന്നെ മെച്ചം. മര്യാദക്ക് അനുദപിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എല്ലാ ആലോചനകളും വ്യർത്ഥാലോചനകളും വെടിഞ്ഞ്, അനുതാപത്തിന്റെ ആത്മാവിനാൽ ദൈവത്തെ നേടുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവതാവേ നന്ദി, ദൈവതാവേ മഹത്വം, ദൈവതാവേ ആരാധന. സമയം സമാഗതമായി, സമയം അനുദാവി
വിളിച്ചിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? അവൻ പറയണത് പോലെ ചെയ്യുക. സിമ്പിളല്ലേ? അവൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താ? അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് അവിടുന്ന് തുടങ്ങേണ്ട ഒരു ഉടമ്പടി. 1:15 അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ ഹൃദയ, അതായത് അനുദപിച്ച് സുവിശേഷത്തെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് ഈ സുവിശേഷത്തെ വിശ്വസിക്കുമ്പോൾ ഈ ഡബിൾ ഹാർട്ടഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക്, ഡബിൾ മൈൻഡഡ് സ്പിരിറ്റഡ് പേഴ്സണാലിറ്റി, ഇവിടെയാണ് ഈ അനുതാപം ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പേഴ്സണായിട്ട് ഈശോ ഡിക്ലെയർ ചെയ്യും അനുതാപം എന്താണ്. ദാനിയേലിനെ കാണും. ദാനിയേലിനെ കണ്ടെത്തി പറയും, ഹിസ് ഈസ് ദ റിയൽ ഇസ്രയേൽ, ഹിസ് നോട്ട് എ ക്രിപ്റ്റോക്രാറ്റ്, ദർ ഇസ് നോട്ട് ഡബിൾ ഹാർട്ട് ഇൻ ഹിം. അവനിൽ കാപട്യമില്ല. അതാണ് യോഹന്നാൻ 1:47. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 1:47. നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ആദ്യം ഈ അനുതാപം പറയുമ്പോൾ അനുതാപം എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കറിയാം. നിഷ്കാപട്യത്തിലേക്കാണ് അനുതാപം പോകുന്നത്. അനുതാപത്തിൻ്റെ ഫലം എന്താണ്? നിഷ്കാപട്യമുള്ള ഒരു, കാപട്യമില്ലാത്തൊരു ഹൃദയം. അനുതപിച്ച ഹൃദയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹാർട്ടഡ് അല്ലാത്ത വ്യക്തി. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചപ്പോൾ ഈശോ അയാളെ ബ്രാൻഡ് ചെയ്യണ കാണാം. നമുക്കിനി ഇവിടുന്ന് തുടങ്ങാമെന്ന് പറയും. നാഥാനിയെ പറയും, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടുന്ന് ഈ നാഥാനിയിൽ നിന്നാണ് ഈശോ പിന്നീട് പറയണത് അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിക്ക് വേണ്ടി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. അപ്പം നാഥാനിയനെ പോലുള്ള ആൾക്കാർ പലരും കർത്താവ് കണ്ടുമുട്ടിയുണ്ട് ഈ ജീവിതത്തിൽ. ദൈവത്തിന് ഈസിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നവർ ഇവരാണ് അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യർ. അന്നുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഞാൻ ഇന്ന് 4 അനാഥാലയങ്ങളിൽ സുഭക്ഷമായിട്ട് ആഴ്ചയിൽ 1 ദിവസം ഞാൻ ഫുഡ് കൊടുക്കുന്നു. അത് അനാഥാലയങ്ങളുടെ എണ്ണം കൂടിയതനുസരിച്ച് എനിക്ക് സാധിക്കാതെ വന്നതുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ കൂടെ അതിൽ ചേർത്തു. അവർക്ക് 150 പേർക്കുള്ള ഫുഡ് എല്ലാ ആഴ്ചയും 1 ദിവസം ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കണക്ക് വസ്ത്രമില്ലാത്തവർക്ക്, പാവങ്ങളെന്ന് തോന്നുന്നവർക്ക് ഞാൻ അവരെ ചെന്ന് കാണുകയും അവരുടെ ആവശ്യങ്ങൾ അറിയുകയും വസ്ത്രങ്ങൾ എൻ്റെ കൈവശമുള്ളത് ഞാൻ കൊടുക്കും. കൂടാതെ ഉള്ളവൻ്റെ വീടുകളിൽ ചെന്ന് ഞാൻ ധ്യാനം ചോദിച്ച് അത് വാങ്ങി അർഹതപ്പെട്ട കൈകളിൽ ഞാൻ കൊണ്ട് വസ്ത്രം കൊടുക്കും. അത് കണക്ക് കിടപ്പ് രോഗികളായിരുന്ന അമ്മമാരുണ്ട്, ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അമ്മമാരെ ശുശ്രൂഷിക്കാനും അമ്മമാരെ കുളിപ്പിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ രോഗിയായി കിടക്കുന്ന അമ്മമാരൊക്കെ എന്ന പാമ്പേഴ്സ് അവർക്കും വസ്ത്രങ്ങൾ കൊടുക്കുന്നു. എല്ലാ മാസവും മെഡിക്കൽ കോളേജിൽ റോഡിൽ കിടക്കുന്ന അനാഥരെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. അവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളെ കൊണ്ടും അവർക്ക് സഹായം ചെയ്യുന്നുണ്ട്. സാമ്പത്തിക സഹായം, ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കൊറോണയ്ക്ക് മുമ്പ് തന്നെ പങ്കാളി ജോലി ചെയ്തിരുന്ന രാജ്യത്തിന് ഗവൺമെൻറ് ബാൻ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ പെട്ടു. എനിക്ക് ലക്ഷങ്ങൾ കടം വന്നു. ആ കടത്തിൻ്റെ ഫലമായിട്ട് ഞാൻ പല പ്രാവശ്യം
ആത്മഹത്യയുടെ വക്കിലിട്ടായിരുന്നു. കാര്യം എനിക്ക് ഉണ്ടായിരുന്ന വസ്തുവിനെ ഞാൻ വിൽക്കാൻ തുടങ്ങി. ഉണ്ടായിരുന്ന സ്വർണങ്ങളെല്ലാം വിറ്റു. ഒരു നിലയ്ക്കും എനിക്ക് നിൽക്കാൻ സാധിക്കാതെയായി. അപ്പോഴെല്ലാം ആത്മഹത്യ മാത്രമായിരുന്നു എൻ്റെ മുന്നിൽ. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നെ കണ്ടാൽ എല്ലാവരും ഉള്ളവരാണെന്ന് പറയും. ചെന്ന് ചോദിച്ചാൽ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. മുമ്പിൽ ആത്മഹത്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. വീട്ടിലെ സമാധാനം ഇല്ലായിരുന്നു. എൻ്റെ പങ്കാളി മക്കളും നല്ല ഒരു പങ്കാളി, നല്ല മക്കളുമാണ്. മക്കൾക്ക് ഞാൻ സ്വസ്ഥത കൊടുക്കില്ല. ഞാൻ തന്നെ ഡിപ്രഷൻ്റെ അവസ്ഥയിലോട്ട് എത്തിയിരുന്നു. അവസാനം എനിക്ക് ഡിപ്രഷൻ്റെ മെഡിസിൻ കഴിക്കേണ്ട ഒരു സ്റ്റേജായിരുന്നു. അങ്ങനത്തെ വ്യക്തി ഇന്ന് എനിക്ക് ലക്ഷങ്ങൾ കടമുണ്ട്. ആ ഉടമ്പടി ഈ മേഖലയിൽ എല്ലാ അവസ്ഥയിലുമാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ എൻ്റെ ബാധ്യതകളൊന്നും തീർന്നിട്ടില്ല എങ്കിലും ഈ ലക്ഷങ്ങൾ കടങ്ങളുള്ളത് എൻ്റെ പങ്കാളിയുടെ വരുമാനം ഇല്ലാതെ തന്നെ എനിക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നു. എൻ്റെ വീട്ടുമുറ്റത്ത് ഒരു വ്യക്തികൾ പോലും ആ ബാധ്യതയെ സംബന്ധിച്ച് സംസാരിക്കാനോ ഇതിനിടവരുത്താതെ കൊണ്ട് തക്ക സമയത്ത് എനിക്ക് കൂടുതൽ വേദന വരുമ്പോൾ ഞാൻ ഓടി ഇവിടെ എത്താറ്. അമ്മയുടെ അടുത്ത് വന്ന ആവശ്യം പറഞ്ഞിട്ട് പോകും. അടുത്ത നിമിഷം എനിക്ക് ആ കാര്യം നടത്തുവാനും സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ എൻ്റെ കുടുംബത്തിൽ അനേകം കാര്യങ്ങൾ അമ്മ എനിക്ക് കൃപ ചെയ്തിട്ടുണ്ട്. കൃപാസനത്തിൽ നടന്നു പോകും ജവമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്തു. ഒരു 10 മിനിറ്റ് എനിക്ക് നിൽക്കാൻ സാധിക്കില്ല. എൻ്റെ ഉപ്പുറ്റി വേദനയുണ്ട്, കാലിൻ്റെ അടിഭാഗം നീറ്റലുണ്ട്. അതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. സിസ്റ്ററിൻ്റെ അടുത്ത് എഴുതാൻ ഞാനത് വിട്ടുപോയി. ഒരു അരമണിക്കൂർ നിന്നാൽ എനിക്ക് കാല് പ്രശ്നമാണ്, വേദന ഉണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വേദനയില്ല, എൻ്റെ കാലിൻ്റെ നീറ്റൽ മാറി. അതിനടുത്തത് ഞാൻ ഇത്രയും മണിക്കൂർ നടന്നിനി ഒരു കിലോമീറ്റർ ദൂരം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ 2 കാലും ആദ്യം ഒരു കാല് മസിൽ പിടിച്ചു. അടുത്ത കാല് ഞാൻ ഒട്ടും നടക്കില്ല. 5 മിനിറ്റ് നടക്കേണ്ട ദൂരം പോലും ഞാൻ 2 വീലറിൽ അല്ലെങ്കിൽ വണ്ടിയിൽ കാറിൽ പോകാറുള്ളൂ. കാര്യം എൻ്റെ കാല് 2 പ്രാവശ്യം ഉടഞ്ഞ് ഫാസ്റ്റ് ഇട്ടതാണ്. കാല് വളഞ്ഞു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വണ്ടിയിലെല്ലാം നടന്ന് അടുത്ത സ്ഥലത്ത് പോലും പോകാത്തൊരു വ്യക്തിയായിരുന്നു ഇത്രയും ദൂരം നടന്നത്. ഇത്രയും ദൂരം ഉണ്ടെന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ 1 കിലോമീറ്റർ ദൂരം ഉള്ളപ്പോഴത്തേക്ക് എൻ്റെ 2 കാലും മസിൽ പിടിച്ച് 1 ഇഞ്ച് പോലും നടക്കാൻ പറ്റാതെ പ്രായം ചെന്നവർ വടി ഊന്നുന്നത് പോലെ ഒരു വടിയെ ഒടിച്ചെടുത്ത് അത് ഊനി ഞാൻ ബാക്കിലോട്ട് മലർന്ന് പോകുന്നുണ്ടായിരുന്നു. അവിടെ അമ്മയുടെ പ്രസൻസ് ഞാൻ അറിഞ്ഞു. വളരെ 85 വയസ്സോളം പ്രായമുള്ള ഒരു മെലിഞ്ഞ് ഉണങ്ങിയ പൊക്കം കുറഞ്ഞ് ഒരു വെളുത്ത സുന്ദരിയായ അമ്മ വന്ന് എന്നെ താങ്ങുകയും എൻ്റെ കൂടെയുള്ളവരെ എല്ലാം ഞാൻ കടന്നു പോകാൻ പറഞ്ഞു. ഞാൻ കാരണം നിങ്ങളും കൂടെ അമ്മയുടെ സന്നിധിയിൽ എത്താൻ വൈകണ്ട, നിങ്ങൾ നടന്നോ, ഞാൻ എങ്ങനെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അവരും വളരെ ആവശ്യ നിലയിലായിരുന്നു. അവർ കടന്നുപോയി. പക്ഷേ ഞാൻ വീഴേണ്ട ഒരു സ്റ്റേജ് എത്തുന്നു. ഈ അമ്മ വന്ന് എന്നെ താങ്ങുന്നു. ആ അമ്മയെ വളരെ സൂക്ഷിച്ചതാണ്. ഞാൻ നല്ല ഫാറ്റി ആളാണ്. പക്ഷെ അമ്മ എന്നെ താങ്ങുന്നു. എന്നെ താങ്ങിക്കൊണ്ടുപോയി നിർത്തി. അവസാനം ആ അമ്മയുടെ പരിശ്രമ ഫലമായിട്ട് ഒരു 2 വീലർ എൻ്റെ മുന്നിലെത്തുകയും ആ 2 വീലറിൽ എന്നെ കയറ്റി അയക്കുന്നു. അപ്പോൾ ഈ അമ്മയെ ഞാൻ പറയുന്നുണ്ട്, അമ്മ കടന്നു പോകുക. ഞാൻ കാരണം അമ്മയും കൂടി പോകേണ്ട എൻ്റെ കൂടെയുള്ളവരെയൊക്കെ ഞാൻ പറഞ്ഞയച്ചത് അമ്മ കടന്നു പോകാൻ പറഞ്ഞു. അമ്മ കടന്നുപോയില്ല. അമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഇവിടെ എല്ലാം തെളിയുന്നുണ്ട് അമ്മയുടെ മുഖം. അമ്മ പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ളതാ മോളെ, ഞാൻ ഈ ആലപ്പുഴയിൽ അമ്മയാണെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരത്തെ എൻ്റെ മൈൻഡിൽ എനിക്കത് ആ അമ്മയെ കൂടുതൽ ശ്രദ്ധിക്കാനോ അമ്മയുടെ പേര് ചോദിക്കാനോ അമ്മയുടെ സ്ഥലം ചോദിക്കാനോ പറ്റിയില്ല. ഞാൻ ഒരാളെ വ്യക്തമായി ഒരാളെ പരിചയപ്പെട്ട നന്നായി മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് സംസാരിച്ച്. പക്ഷേ ഈ അമ്മയോട് ഞാൻ ഒന്നും ചോദിച്ചില്ല. അതിപ്പോഴും എൻ്റെ മനസ്സിലൊരു കുറ്റബോധമാണ്. എപ്പോഴെങ്കിലും കൃപാസനത്തിൽ വരുമ്പോൾ അമ്മയുടെ മുഖം ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മയെ ഞാൻ മാറ്റി വിടും തോറും അമ്മ എന്നെ കൂടുതൽ ചേർത്ത് നിർത്തുകയും എനിക്ക് വെള്ളം തരാനോ എല്ലാറ്റിനും കിടന്ന് ഓടുക. ഈ വയസ്സായ അമ്മ വണ്ടി പിടിക്കാൻ ഓടുന്നു, ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നു, വരുന്ന വണ്ടികളെല്ലാം കാണുന്നു വരെ. അത്രയും സ്റ്റേജായിരുന്നു എൻ്റെ അവസ്ഥ. ആ അമ്മ അവസാനം എന്നോട് വാക്ക് പറഞ്ഞു, ഞാൻ പോണില്ല മോളെ, ഈ അവസ്ഥയിലുള്ള നിന്നെ വിട്ടിട്ട് ഞാൻ പോണില്ല, ഞാൻ ആലപ്പുഴയിലെ അമ്മയാ. പക്ഷേ ഇത് ഞാൻ ചെന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മക്കളോടും പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മയ്ക്ക് ഇത്രയായിട്ടും മനസ്സിലായില്ലേ, അത് കൃപാസന അമ്മയാണെന്ന് പറഞ്ഞു. അതുവരെ എനിക്ക് ആ ചിന്ത വന്നില്ല. ഞാൻ ആലോചിച്ചു ശരിയായിരിക്കും,
അതുകൊണ്ടായിരിക്കും എനിക്ക് പേര് ചോദിക്കാൻ സാധിക്കാഞ്ഞത്, സംസാരിക്കാൻ സാധിക്കാഞ്ഞത്. ഇപ്പോഴും ഞാൻ ആ മുഖം തിരയുന്നുണ്ട് അമ്മയെ. അപ്പോൾ ഇത്ര മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത ഒരുപാട് മേഖലകളിൽ എനിക്ക് ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും എന്നെ തരണം ചെയ്ത് നിൽക്കാൻ സാധിച്ചു തരുന്ന വലിയ കൃപയ്ക്കായിട്ട് അമ്മയ്ക്ക് 1 കോടി നന്ദി. പറഞ്ഞാലും തീരാത്ത 1 കോടി നന്ദി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ബ്രൈറ്റി.